ഇഷ്ടം നിറവേറട്ടെ. എന്താണ് സ്വർഗത്തിലെ ദൈവം? ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? അല്ലയോ ഭൂമലക്കാരെ, നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ സ്വർഗത്തിലെ ദൈവം ബൈബിൾ ചോദിക്കുന്നില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയവരാണ്. ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും ഇസ്ലാമെന്നും അല്ലെങ്കിൽ ഇന്നിന്ന സഭകളെന്നും ജാതിയെന്നും വർഗമെന്നും കുലമെന്നും ഗോത്രമെന്നും എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വേർതിരിച്ച് കിടക്കുന്ന നമ്മളെല്ലാം ഒരപ്പന്റെ മക്കളാണെന്ന് ബൈബിൾ പ്രതിപാദിക്കുകയും ഈ ഒരപ്പന്റെ മക്കളായ നമ്മെ എല്ലാവരെയും ഈ പിതാവിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന അതുല്യമായ ക്ഷണമാണ്, സന്ദേശമാണ് സുവിശേഷ സന്ദേശം. ഇതാണ് 21 നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിന്റെ തലങ്ങും വിലങ്ങും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം. ഇതിന് പിന്നാലെ വരുന്ന ന്യായവിധിക്ക് മുമ്പാകെ നിങ്ങൾ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശിക്ഷയകിലം പിതാവിന്റെ മേൽ പുത്രന്റെ മേൽ ചുമത്തുകയുണ്ടായി. പുത്രന്റെ മേൽ, യേശുക്രിസ്തുവിന്റെ മേൽ കുറ്റം ചുമത്തിയപ്പോൾ, പാപം ചുമത്തിയപ്പോൾ, ആ ചുമത്തപ്പെട്ട സമയത്ത് യഹൂദന്മാർ അറുക്കുവാനുള്ള കുഞ്ഞാടിനെ അന്വേഷിച്ച് വരികയുണ്ടായി. അങ്ങനെയാണ് യഹൂദ മതസേവകരും മഹാപുരോഹിതന്മാരും, നമുക്കറിയാം റോമൻ പട്ടാളക്കാരും ഇതുപോലെ ഇരുട്ടുള്ള രാത്രിയിൽ കീലിൽ മുക്കിപ്പൊക്കിയ അവരുടെ തീവട്ടി പന്തങ്ങളുടെ ശിൽക്കാര ശബ്ദം ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് റോമൻ പട്ടാളക്കാരുടെ ലെതർ ചെരുപ്പിന്റെ മെതിയടി ശബ്ദം താളം പിടിച്ചുകൊണ്ട് അവർ നടന്നു വരികയുണ്ടായി. അവരുടെ വാളുകൾ മിന്നുകയുണ്ടായി. അവർ വന്നത് അറുക്കുവാനുള്ള കുഞ്ഞാടിനെ തെരഞ്ഞായിരുന്നു. പ്രിയപ്പെട്ടവരെ, അഖില മാനവരാശിയുടെയും പാപം ചുമത്തപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് ചുമത്തപ്പെട്ട നിമിഷം അവർ കടന്നു വരികയുണ്ടായി. അതാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ട നിമിഷം ആ ഇരുളിനെ മറനീക്കിക്കൊണ്ട് ആ വെളിച്ചവുമായിട്ട് അവർ കടന്നു വരികയുണ്ടായി. ആ തീവെട്ടി പന്തങ്ങളുടെ ശിൽക്കാര ശബ്ദത്തിൽ, ആ വെള്ളി വെളിച്ചത്തിൽ ദൈവപുത്രന്റെ മുഖം, യൂദയുടെ ചുംബനത്താൽ പിടിക്കപ്പെട്ട ദൈവപുത്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ആ രാത്രിയിൽ ചങ്ങല വെച്ച് അവനെ കൊണ്ടുപോകുകയുണ്ടായി. ഇതാണ് അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശുക്രിസ്തുവിനെ കൊണ്ടുപോകുകയുണ്ടായി. എന്തിനു വേണ്ടി യേശുക്രിസ്തു പിടിക്കപ്പെട്ടു? ആ രാത്രിയിൽ യേശുക്രിസ്തു പിടിക്കപ്പെടുകയുണ്ടായി. പിടിക്കപ്പെട്ട രാത്രിയിൽ യേശുക്രിസ്തുവിനെ കൊണ്ടുപോയി. ആ ഒരു രാത്രി മുഴുവൻ അവരുടെ ന്യായപ്രമാണം വെച്ച് ചോദ്യങ്ങളായിരുന്നു, ശരവർഷം ചൊരിയുന്ന ചോദ്യങ്ങളായിരുന്നു. യേശുക്രിസ്തുവിന്റെ മേൽ പിടിക്കപ്പെട്ട കുഞ്ഞാടിനെ നാളെ കൃത്യം ദൈവം നിശ്ചയിച്ച സമയത്ത് അറുക്കപ്പെടേണ്ടതിന് അവരെല്ലാവരും യേശുക്രിസ്തുവിനെ പരിഹസിക്കുകയുണ്ടായി. മാനവരാശിയുടെ പാപം ചുമത്തപ്പെട്ട യേശുക്രിസ്തുവിനെ മഹാപുരോഹിതന്മാരും റോമാക്കാരും ചേർന്ന് പരിഹസിച്ച് നിൽക്കുകയുണ്ടായി. ഈ യഥാർത്ഥ വഴിയെ അവർ പരിഹസിക്കുകയുണ്ടായി. ദൈവം നിയമിച്ച പുരുഷനെ അവർ തള്ളിക്കളയുകയുണ്ടായി. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ രാത്രി പരിഹസിച്ചതിന് ശേഷം നമുക്കറിയാം, പ്രഭാതത്തിൽ യേശുക്രിസ്തുവിനെ സിവിൽ കോടതികളിലേക്ക് മാറ്റപ്പെട്ടു. അവിടെയെല്ലാം യേശുക്രിസ്തുവിനെ വിസ്താരം ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് ബൈബിളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെയെല്ലാം വിസ്താരം ചെയ്തു. മതകോടതികളിലും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെയെല്ലാം വിസ്താരം ചെയ്തു കഴിഞ്ഞപ്പോൾ തെളിയപ്പെട്ടതൊന്നു മാത്രമാണ്, ഇവനിൽ കുറ്റമില്ല. ഞാൻ ചോദിക്കട്ടെ, പൂമലയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറ്റമില്ലാത്തൊരു മനുഷ്യനെ ലോകത്തിൽ എവിടെയെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ലോകത്തിൽ എവിടെയുമില്ല. നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അറിയാതെ. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട്, കുറ്റമില്ല എന്നറിഞ്ഞുകൊണ്ട് ഈ യേശുക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ കാരണമെന്ത്? അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. പ്രിയപ്പെട്ടവരെ, 53-ാം അധ്യായം ഞാൻ വായിച്ച 6-ാം വാക്യത്തിൽ പ്രതിപാദിച്ചു. എന്താണ് അവിടെ പ്രതിപാദിച്ചത്? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അവൻ്റെ മേൽ അകൃത്യം ചുമത്തപ്പെട്ടപ്പോൾ, കുറ്റം ചുമത്തപ്പെട്ടപ്പോൾ, അവൻ പിടിക്കപ്പെട്ടുവെങ്കിൽ അടുത്ത കുറ്റം ചുമത്തപ്പെട്ടപ്പോൾ, ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ റോമൻ കൽത്തളം, ആ കൽത്തളത്തിലേക്ക് യേശുക്രിസ്തുവിനെ കയറ്റി നിർത്തുകയുണ്ടായി. ആ കൽത്തളത്തിലാണ് ചോരയുടെ ഗന്ധമുള്ള കൽത്തളം, മരണം വട്ടമിട്ട് പറക്കുന്ന കൽത്തളം. ചരിത്രം പരിശോധിച്ചാൽ അടിയേറ്റ് വീഴുന്ന കുറ്റവാളി തീർച്ചയായിട്ടും പകുതി മരണത്തോടുകൂടെ പുറത്തു വരുന്ന റോമൻ കൽത്തളത്തിലേക്ക് യേശുക്രിസ്തുവിനെ കയറ്റി നിർത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, പീലാത്തോസിന്റെ മുമ്പിൽ കുറ്റമൊന്നും ചെയ്യാത്ത യേശുക്രിസ്തുവിനെ നിർത്തി. പൂമലക്കാരെ, ഞങ്ങളെ കേൾക്കുന്ന അഞ്ചീട്ടിക്കാരെ, യേശുക്രിസ്തുവിനെ നിർത്തിയിട്ട് 6 അടി നീളം വരുന്ന കൽത്തൂണിലേക്ക് യേശുക്രിസ്തുവിനെ ചേർത്ത് ബന്ധിക്കുകയുണ്ടായി. എന്തിനാണ് ചേർത്ത് ബന്ധിച്ചത്? നമ്മുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ യേശുക്രിസ്തു കെട്ടപ്പെട്ടവനായി തീർന്നു. കുഞ്ഞാടിനെ അറുക്കുവാൻ കെട്ടുന്നത് പോലെ അവർ കൽത്തൂണിലേക്ക് ചേർത്ത് ബന്ധിക്കുകയുണ്ടായി. ചൂണ്ടക്കൊളുത്തുകളും അസ്ഥി കഷ്ണങ്ങളും ഈയക്കട്ടകളും ചേർത്ത് പടഞ്ഞ ചാട്ടവാറുണ്ടല്ലോ, റോമൻ പടയാളികളുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാർ. ആ ചാട്ടവാർ കൊണ്ട് യേശുക്രിസ്തുവിനെ അടിക്കുവാൻ തുടങ്ങി. ഒരടി അടിച്ചു വലിക്കുമ്പോൾ അവൻ്റെ മാംസം അടർന്നു വീണ് രക്തം
രക്തധമനികൾ പൊട്ടി രക്തം താഴോട്ട് ഒഴുകുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, റോമാക്കാർ യഹൂദന്മാരെ ശിക്ഷിക്കുമ്പോൾ നിയമം നോക്കാറില്ല. അത്രയ്ക്ക് ദേഷ്യമുണ്ടവർക്ക്, പരിഹാസമുണ്ടവർക്ക്. അതുകൊണ്ട് എത്ര അടിയടിച്ചെന്ന് എല്ലാവരും അക്കമിട്ട് പറഞ്ഞാലും എണ്ണം തികയ്ക്കുവാൻ ആളുകൾക്കും ചരിത്രകാരന്മാർക്കും കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ആപാത ചൂടം അടിയേറ്റപ്പോഴും അവൻ്റെ മുതുക പിളർന്ന് ചോര ചീറ്റിത്തെറിച്ചപ്പോഴും പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തുകയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി വഴിതെറ്റിപ്പോയ മനുഷ്യനെ യഥാർത്ഥ വഴിയിലൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ, ആ അനേക വാസ്തസ്ഥലങ്ങളിൽ പാർപ്പിക്കുവാൻ, പ്രിയപ്പെട്ടവരെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ യേശുക്രിസ്തു അടിയേറ്റു. ഓരോ അടിയേറ്റുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ ദേഹത്ത് നിന്ന് തെറിച്ചു വീണ രക്തം, അതല്ലാതെ പാപമോചനത്തിന് മറ്റൊരു വസ്തുവില്ല എന്ന് ഉറക്കെ ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയ ആ തിരുരക്തത്തിനല്ലാതെ പാപമോചനം കൊടുക്കുവാൻ ലോകം അവതരിപ്പിച്ച ഒന്നിനാലും കഴിയുകയില്ല, ഒരു മനുഷ്യനാലും കഴിയുകയില്ല. അടിയേറ്റവശനായ യേശുക്രിസ്തുവിനെ കെട്ടഴിച്ചു വിട്ടപ്പോൾ അവൻ വാടിയ തകരത്താൾ പോലെ താഴെ വീഴുകയുണ്ടായി. അവനെ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരൊരു കിരീടം വെച്ചു കൊടുത്തു. ആ കിരീടം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ മരിക്കാടുകളിൽ നിന്ന് പറിച്ചെടുത്ത ആ മുള്ളുണ്ടല്ലോ, ഏകദേശം 4 ഇഞ്ചോ 3 ഇഞ്ചോ നീളം വരുന്ന മുള്ള്, അത് ഞാൻ 15 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു വീട്ടിൽ വെച്ച് ഈ മുള്ളെടുത്ത് നോക്കി. അതൊന്നും ഒടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. 15 വർഷം കഴിഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന അതേ മുള്ള്, ആ മുള്ളെന്നല്ല, അവിടെയുള്ള അതുപോലത്തെ മുള്ള്, അപ്പോൾ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന മുള്ള്, ആ മുള്ളിൻ്റെ ദൃഢത, അതിൻ്റെ ബലം, അങ്ങനെയുള്ള മുള്ളുകൾ മടഞ്ഞ കിരീടം കർത്താവിൻ്റെ തലയിൽ വെച്ചിട്ട് ചേവകർ കോലുകൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ അവൻ്റെ തോലും തോടും പിളർന്ന് ആഴ്ന്നിറങ്ങിയപ്പോൾ ചീറ്റിത്തെറിച്ച രക്തമുണ്ടല്ലോ, ചുവന്ന ചോര, അതിനല്ലാതെ പാപമോചനം കൊടുക്കുവാൻ മറ്റൊരു വസ്തുവിനും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അടിയേറ്റവശനായി മുൾക്കിരീടം ചൂടിയ യേശുക്രിസ്തു വീണ്ടും ക്രൂശ് ചുമക്കുകയുണ്ടായി. ഇതാണ് ഞാൻ വഴിയൊരുക്കുവാൻ, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അവൻ കാൽവറി മലമുകളിലേക്ക് പോകുകയാണ് സ്ഥലമൊരുക്കുവാൻ. നമുക്കെല്ലാവർക്കും പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള യഥാർത്ഥ സ്ഥലമൊരുക്കുവാൻ അവനിതാ ആ സ്ഥലം വഴിയൊരുക്കുവാൻ ആ സ്ഥലത്തേക്ക് അവൻ നടന്നു പോകുകയുണ്ടായി. നമുക്കറിയാം, യേശുക്രിസ്തു ക്രൂശ് ചുമന്നു. ഒരു ക്രൂശ് ഇത്രമാത്രം അടിയേറ്റ ഒരു വ്യക്തിക്ക് ചുമക്കുവാനായിട്ട് കഴിയുകയില്ല. അതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ യേശുക്രിസ്തു എന്ത് ചുമന്നു? ഇവിടെ കപ്പേളകളിലെല്ലാം വെച്ചിരിക്കുന്ന ചിന്തേരി തള്ളി പോളിഷ് ചെയ്ത ഇവിടുത്തെ മതങ്ങൾ ഉപയോഗിക്കുന്ന പൊന്നിൻ കുരിശല്ല യേശുക്രിസ്തു ചുമന്നതെന്ന് നമുക്കറിയാം. യേശുക്രിസ്തു ചുമന്നത് ഇസ്രായേലിൻ്റെ മരിക്കാടുകളിൽ നിന്ന് വെട്ടിയെടുത്ത തടി ആപ്പ് വെച്ച് കീറി ക്രോസാക്കി കെട്ടി യേശുക്രിസ്തുവിൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ക്രോസായ തടിക്കഷണമാണ് യേശുക്രിസ്തു ചുമന്നത്. എന്നാൽ ആരികൾ നിറഞ്ഞ ഈ തടിക്കഷണം ചുമക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, കുറേനക്കാരനായ ശീമോൻ ഈ തടിക്കഷണം ചുമന്നു എന്നാണ് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഇവൻ കാൽവറിയുടെ മലമുകളിൽ ചെല്ലുകയുണ്ടായി. അവിടെ ചെന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ തങ്കപ്പാണികൾ വിരിച്ചു കൊടുക്കുകയുണ്ടായി. ആ ബലമായി പിടിച്ചു വെച്ചതല്ല, കർത്താവായ യേശുക്രിസ്തു കൈകാലുകളെ വിരിച്ചു കൊടുക്കുകയുണ്ടായി. ആ തങ്കപ്പാണികളിലേക്ക് ആ ബലിഷ്ഠന്മാരായ പട്ടാളക്കാരുടെ കയ്യിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അരിയടി നീളം വരുന്ന കമ്പിക്കഷണം അടിച്ച് ചടപരുത്തിയ ആണിയുടെ രൂപമാക്കിയ ഈ കമ്പിക്കഷണം അവൻ്റെ കൈകാലുകളിലേക്ക് അടിച്ചു കയറ്റുകയുണ്ടായി. ഓരോ അടിയടിച്ച് കയറ്റുമ്പോഴും ആ ചീറ്റിത്തെറിച്ച രക്തമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം, പുണ്യാഹരക്തം എന്ന് പറഞ്ഞ ലോകത്തിൽ മനുഷ്യൻ്റെ കറയേറ്റ കളങ്കം നിറഞ്ഞ പാപം നിറഞ്ഞ പാപപങ്കിലമായ ഭൂമിയിലെ ഭാവിയായ മനുഷ്യൻ്റെ ഹൃദയത്തിന് ശുദ്ധി വരുത്തുന്ന മറ്റൊരു വസ്തുവുമില്ല, ഒരു വ്യക്തിയുമില്ല. യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമല്ലാതെ പാപമോചനത്തിന് മറ്റൊരു വസ്തുവില്ല. അവൻ കാൽവറിയുടെ ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ ക്രൂശ് അവർ ഉയർത്തുകയുണ്ടായി. ആ ക്രൂശ് ഉയർത്തി കഴിഞ്ഞിട്ട് അവിടെ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ആ ക്രൂശ് എടുത്തിട്ടപ്പോൾ അവൻ അസ്ഥികളോട് അസ്ഥികൾ ബന്ധം വിട്ട് യേശുക്രിസ്തു ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം പുത്രനെ കൈവിട്ടപ്പോൾ ദൈവത്തിൻ്റെ വലതുകരം, രക്ഷയുടെ ഭുജം, അത് മാനവരാശിയുടെ നേരെ നീളുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ പുത്രനെ കൈവിട്ടുകൊണ്ട് മാനവരാശിക്ക് വഴി തുറന്നുകൊണ്ട് യേശുക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിച്ചു. അവിടെ പാപത്തിന് പരിഹാരം വന്നു, പാപത്തിന് പരിഹാരം വന്നു. യേശുക്രിസ്തു മരിക്കുകയുണ്ടായി, തൻ്റെ പ്രാണനെ വിടുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ തൻ്റെ മരണം, തൻ്റെ രക്തം ക്രൂശിലൂടെ ഒഴുകി ഈ ഭൂമിയിൽ ഒഴുകി പരന്നപ്പോൾ ഭൂമി പുളകതയായി. എന്ന് പറഞ്ഞാൽ ശാപം നിറഞ്ഞ ഭൂമി മോചനത്തിലേക്ക് വരുവാൻ, ഇനി പുനരുത്ഥാനത്തെ കാത്തിരിക്കുവാൻ ഭൂമി പുളകതയായി. എന്ന് പറഞ്ഞാൽ പാപമോചനത്തിനു വേണ്ടി യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞു. അങ്ങനെ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
അവരുടെ ശരീരം അവരെടുത്തൊരു കല്ലറയിൽ അടക്കം ചെയ്തു. ആ കല്ലറയിൽ അടക്കം ചെയ്ത് ഓടിച്ചു പറഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ രാത്രി കഴിഞ്ഞു, രണ്ടാമത്തെ രാത്രിയും കഴിഞ്ഞു, മൂന്നാമത്തെ രാത്രി നാം ശ്രദ്ധിച്ചാൽ പിശാച് പിന്നീട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിച്ചാൽ അവൻ തള്ളപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവസന്നിധിയിൽ എങ്ങനെ പാടിയോ അതുപോലെ അവൻ്റെ പാട്ട് കേട്ട രാത്രിയായിരുന്നു, ആനന്ദ നൃത്തമാടിയ രാത്രിയായിരുന്നു. ദൈവപുത്രനെ മരണത്തിൻ്റെ ഗന്ധമുള്ള ചങ്ങല കൊണ്ട് ബന്ധിച്ച് കല്ലറയിൽ അടക്കം ചെയ്തിട്ട് പിശാചാനന്ദ നൃത്തമാടിയ രാത്രി. അന്ന് പിശാച് അട്ടഹസിക്കുകയുണ്ടായി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം വിജയിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ആ പിശാചും അവന്റെ ദൂതന്മാരും ആ രാത്രി നൃത്തമാടിയ പാട്ടുപാടിയ രാത്രി. ആ രാത്രി 1, 2 കടന്നുപോയി, നമുക്കറിയാം. 3-ാം രാത്രി കടന്നുപോയി. പ്രഭാതത്തിൽ നമുക്കറിയാം പ്രഭാത സൂര്യൻ ഭൂമിയെ ചുംബനം ചെയ്യുന്ന ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ദൈവത്തിന്റെ നിശ്ചയത്തിൽ കാലസമ്പൂർണതയിൽ ഇതാ പാപത്തിന് പരിഹാരം വരുത്തേണ്ട സമയത്ത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കപ്പെടേണ്ട ഇന്ന നാഴികയിൽ ഇന്ന വിനായികയിൽ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു അവനെ അടക്കം ചെയ്തിരുന്ന പിശാച് ബന്ധിച്ചിരുന്ന മരണത്തിന്റെ ചങ്ങലകളെ ലോകരാജാക്കന്മാരുടെ മുദ്രകളെ എല്ലാം തകർത്ത് അവനെ അടക്കിയിരുന്ന കല്ലറയുടെ കവാട ബന്ധിത ശിലാഖണ്ഡ പ്രതിബന്ധത്തെ തകർത്ത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്ഥലമൊരുക്കി, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് അത് സംഭവിച്ചത്. ഏത് സംഭവിച്ചത്? സാധാരണ ജനങ്ങൾക്ക് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ നീലനൂലിനാലും നുഭ്രനൂലിനാലും മറ്റു നൂലുകളാലും നെയ്തെടുക്കപ്പെട്ട യെരുശലേം ദേവാലയത്തിലെ കനമാർന്ന തിരശീല. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഈ തിരശീല മേൽതൊട്ട് അടിയോളം ചീന്തിപ്പോയെന്നാണ് നാം വായിക്കുന്ന. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ അടയ്ക്കപ്പെട്ട വാതിൽ അവിടെ തുറക്കുകയുണ്ടായി. അതാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അവിടെ എഴുത്തുകാരൻ ഇങ്ങനെ പറയുകയുണ്ടായി, അല്ലയോ സഹോദരന്മാരെ, യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, ഈ വഴിയെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു 14-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തു ഈ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുകയുണ്ടായി. തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ കാൽവറിയുടെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ പാപമോചനം പ്രസിദ്ധമാക്കിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ഈ വഴി തുറക്കുകയുണ്ടായി. ഇങ്ങനെ തുറന്ന വഴിയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്താണ് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത്? അതാണ് ഈ സുവിശേഷ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയട്ടെ, ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. എന്താണ്? നിങ്ങളുടെ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ നിങ്ങൾ വഴിതെറ്റിയാണ് നടക്കുന്നത്. നിങ്ങൾ പാപമോചനത്തിന് ആശ്രയിക്കുന്ന ഇടമെല്ലാം വ്യർത്ഥമാണ്. നിങ്ങൾ പാപമോചനം ലഭിക്കാത്ത ഇടങ്ങളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയാണ്, പാപമോചനത്തിനു വേണ്ടി എൻ്റെ അരികിലേക്ക് വരിക, ദാഹിക്കുന്നവർ ഏവരുമായുള്ളവരെ എൻ്റെ അരികിൽ വന്ന് കുടിക്കുക, എന്നിൽ നിന്ന് കുടിക്കുന്നവന് എന്നേക്കുമായിട്ട് ദാഹം തീരുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുകയാണ് സഭ മുഖാന്തരം. എന്താണ്? എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുകയാണ്, നിങ്ങൾ മടങ്ങി വരണം. അതാണ് കർത്താവ് പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിങ്ങൾ ഈ വഴിയിലേക്ക് പ്രവേശിക്കണമെന്നാണ്, സത്യം മനസ്സിലാക്കണമെന്നാണ്, നിങ്ങൾ ജീവൻ പ്രാപിക്കണമെന്നാണ്. നിങ്ങൾ ഈ വഴിയിലേക്ക് വരിക, ഇതാണ് ഞങ്ങളുടെ സന്ദേശം. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വഴിതെറ്റിപ്പോയവരാണ്, നിങ്ങൾ പാപികളാണ്. നിങ്ങൾ പോയാൽ വഴിതെറ്റിപ്പോകുന്നവർ ആ കെണിയിലാണ് വീഴുക. എന്ന് പറഞ്ഞാൽ സാത്താന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന
പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷം 25-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ നരകം സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ആ കെണിയിലാണ് നിങ്ങൾ വീഴാൻ പോകുന്നത്. നിങ്ങളുടെ മരണശേഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് വന്നാൽ അതിനുശേഷം നിങ്ങൾ നിബന്ധിക്കുവാനായിട്ട് പോകുന്നത് നിത്യമായ നരകത്തിലായിരിക്കും. എന്നാൽ വഴിതെറ്റിയ നിങ്ങളുടെ മുമ്പാകെ ഇതാ യഥാർത്ഥ വഴി. ഈ വഴിയിലേക്ക് വന്ന് ഈ സത്യം ഗ്രഹിച്ച് ഈ ജീവനിൽ നിന്ന് അകന്നുപോയ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണം. അങ്ങനെ അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, ഇന്ന് സഭകളിലൂടെ ഈ സുവിശേഷ പ്രസംഗം. എന്താണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നിങ്ങൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവിൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം ഇങ്ങനെയാണ്, 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. രണ്ട് കാര്യമാണിത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പന, മാനസാന്തരപ്പെടുക. വഴിതെറ്റിപ്പോയവർ പാപമോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക. നിങ്ങൾ എത്ര വലിയ പാപിയായിരുന്നാലും, എത്ര കൊടും ക്രൂരനായിരുന്നാലും, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്ന മനുഷ്യനായിരുന്നാലും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് മടങ്ങി വരിക. മടങ്ങി വന്ന് പാപമോചനം പ്രാപിക്കുക. പാപമോചനം പ്രാപിച്ചില്ല എങ്കിൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ പിന്നാലെ ഈ ഭവനത്തിലേക്കുള്ള വാതിൽ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. നോഹ പ്രസംഗിച്ചതുപോലെ, അല്ലയോ ഭൂമലദേശ നിവാസികളെ, ഈ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വാതിൽ യേശുക്രിസ്തു തുറന്നിട്ടിരിക്കുകയാണ്. ഈ വാതിൽ അടയാൻ അധികം സമയം വേണ്ട കേട്ടോ. അതുകൊണ്ട് ഈ വാതിൽ അടയുന്നതിന് മുമ്പ് ഈ വഴിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നോഹ പ്രസംഗിച്ച പോലെ അതേ പ്രസംഗം. പ്രിയപ്പെട്ടവരെ, വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതാ ഈ ഭൂമിയെ തീ വിഴുങ്ങുവാൻ പോകുന്നു. അതുപോലെ തന്നെ ഈ നീ പടുത്തുയർത്തിയ കൂടാരങ്ങളെ തകർത്ത് കളയാൻ പോകുന്നു. നിന്റെ ശരീരം നശിച്ചു പോകുവാൻ പോകുന്നു. ഇതാണ് സുവിശേഷ പ്രസംഗം. പക്ഷെ നിനക്ക് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ നീ രക്ഷിക്കണമെങ്കിൽ നീ പാപമോചനം പ്രാപിക്കണം. ഈ വഴിയിലേക്ക് കടന്നു വരണം. ഈ വാതിലിലൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് സുവിശേഷ സന്ദേശം. ഇല്ലെങ്കിൽ ന്യായവിധിക്കായൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസത്തിലേക്ക് നീ നടന്നെടുക്കുകയാണ്. എബ്രായ ലേഖനം 9:27 അവിടെ എന്താണ് പറഞ്ഞത്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിക്കല്ല, ഹിന്ദുവിനല്ല, ഇസ്ലാമിനല്ല, ലോകത്തിലുള്ള അഖില മാനവരാശിക്കും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ഈ വാതിലിലൂടെ, ഈ വഴിയിലൂടെ വന്ന് ഈ വാതിലിലൂടെ പ്രവേശിച്ചില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ന്യായം വിധിക്കപ്പെടും. നിങ്ങൾ നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടും. വെളിപ്പാട് പുസ്തകം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളപ്പെടും. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വന്നാൽ നിങ്ങൾ കൈവിടപ്പെടും. ഏത് നിമിഷവും ഈ യേശുക്രിസ്തു ആഗതനാകാം. അതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് അവിടെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പൂമലയിലും ഉണ്ടല്ലോ കല്ലറകൾ. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുകയല്ലേ? ഞാനും വന്നിട്ടുണ്ട് ഇവിടുത്തെ സെമിത്തേരിയിൽ. ഏതെങ്കിലും കല്ലറ തുറന്നു കിടപ്പുണ്ടോ? നിയമത്തിനനുസരണമായി ഇന്ത്യൻ നിയമം കോടതി വിധിച്ചാൽ തുറക്കാം. അല്ലാതെ പുനരുദ്ധാനത്താൽ ഇവിടെ ഏതെങ്കിലും കല്ലറ തുറന്നിട്ടുണ്ടോ? ലോകത്തിൽ ഒരു കല്ലറയും തുറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട അധികായകന്മാരായ രാജാക്കന്മാരും മഹാരഥന്മാരുടെയും കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, ലോകത്തെ കിടുകിട വിറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ കല്ലറ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. മരണത്തെ വെല്ലുവിളിച്ച് ലോകത്തെ വെട്ടിപ്പിടിച്ച ആ മഹാരഥന്റെ കല്ലറ അങ്ങ് അലക്സാണ്ട്രിയയിൽ, ഈജിപ്തിൽ കമ്മ്യൂണിയൽ മൗസോളിയം എന്ന ശവകുടീരം അടഞ്ഞു കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം മഹാനെന്ന് കരുതിയ ആ അലക്സാണ്ടർ ചക്രവർത്തി മനുഷ്യന്റെ ചോരയിൽ വാള് മുക്കി പൊക്കിക്കൊണ്ട് മരണത്തെ വെല്ലുവിളിച്ച ആൽപസ് പർവ്വത നിരകളിൽ നിന്ന് മനുഷ്യന്റെ ജീവിതത്തെ വെല്ലുവിളിച്ച, മരണത്തെ വെല്ലുവിളിച്ച നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ ശവകുടീരം മരണം തോൽപ്പിച്ച് മരണത്തിന്റെ ചങ്ങലയിട്ട് ഫ്രാൻസിൽ, പാരീസിൽ ലീസിൻ വാലഡീസ് എന്ന് പറയുന്ന സെമിത്തേരിയിൽ അടഞ്ഞു കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അടഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ മുടിചൂടാം മന്നനെന്നും ലോകത്തെ അക്ഷരം കൊണ്ട് വിറപ്പിച്ച് മാനവരാശി മഹാനെന്ന് വിശേഷിപ്പിച്ച വില്യം ഷേക്സ്പിയറിന്റെ ശവകുടീരം
ശവകുടീരം അങ്ങ് പാരീസിൽ ഹോളി ട്രിനിറ്റി ചർച്ച് സെമിത്തേരിയിൽ അടഞ്ഞു കിടപ്പുണ്ട്. മരണത്തിൻ്റെ മാറാല പിടിച്ച് കിടപ്പുണ്ട്. എത്രയോ എത്രയോ മഹാന്മാർ. ഞാൻ നെഞ്ചിലേറ്റിയ കാറൽ മാക്സിന്റെ ശവകുടീരം അങ്ങ് ഈ അലക്സാണ്ട്രിയയിലെ കമ്മ്യൂണൽ മൗസോളിയത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ലണ്ടനിലെ ഹൈഹൈറ്റ് ശ്മശാന ഭൂമിയിൽ കാറൽ മാക്സിന്റെ ശവകുടീരം അടഞ്ഞു കിടപ്പുണ്ട്. എത്രയോ എത്രയോ നേതാക്കന്മാരുടെ ശവകുടീരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കല്ലറകൾ മരണം ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഭാരതത്തിൽ ഡൽഹി മുതൽ ശിവഗിരി വരെയുള്ള സ്ഥലങ്ങളിൽ അനേക മഹാരഥന്മാരുടെ ശവക്കല്ലറകളെ മരണം ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ ലോകത്തിൽ ഒരു കല്ലറ മാത്രം പ്രിയപ്പെട്ടവരെ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തുറന്നു കിടക്കുകയാണ്. അവനാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. എല്ലാവരും മരണത്തിന് കീഴടങ്ങിയപ്പോൾ അവൻ പാപത്തിന് പരിഹാരം വരുത്തി മരണത്തെ തോൽപ്പിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉറപ്പ് കൂടെ ആ തുറന്ന കല്ലറ, ഒരു ന്യായവിധിയുണ്ട്, അതിനൊരു ഉറപ്പ് തന്നിരിക്കുകയാണ്. തുറന്ന കല്ലറ. ആ തുറന്ന കല്ലറ വിളിച്ചറിയിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? കല്ലറ തുറന്നതുപോലെ സകല ദേവാലയങ്ങളുടെയും വാതിലുകൾ തുറക്കപ്പെട്ട, ദൈവസന്നിധിയിലേക്ക് മനുഷ്യൻ്റെ യഥാർത്ഥ വാതിൽ തുറക്കപ്പെട്ട ഒരു കല്ലറ. ആ കല്ലറ അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പൂമലയുടെ ഭാഗത്ത് ഞങ്ങളുടെ വാക്കുകളെ കേട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ഒരേ ഒരു കാര്യം, മനുഷ്യൻ പാപമോചനം പ്രാപിക്കണം. ഈ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം അത്രമാത്രം എന്ന് പറഞ്ഞാൽ, ആ പൂമലയിൽ ഞങ്ങളുടെ വാക്കുകളെ കേൾക്കുന്നവർ ഈ പന്തലിനകത്ത് പാപമോചനം പ്രാപിക്കാതെ ഏത് സഭയിൽ ജനിച്ച് വളർത്തപ്പെട്ടവരായാലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏത് സഭ എന്ന ചോദ്യമില്ല, ഏത് മതം എന്ന ചോദ്യമില്ല, നിങ്ങൾ ആരെന്ന ചോദ്യമില്ല, നിങ്ങളുടെ പാരമ്പര്യം ചോദ്യമില്ല, അതുപോലെ ഈ പൂമലയിൽ നിങ്ങളുടെ ജാതിയും മതവും ചോദ്യമില്ല. നിങ്ങൾ പാപികളാണെന്നുള്ള യാഥാർത്ഥ്യം, വഴിതെറ്റിയവരാണെന്നുള്ള യാഥാർത്ഥ്യം, പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ കഴിയാത്തവരാണെന്നുള്ള യാഥാർത്ഥ്യം ബൈബിൾ നമ്മുടെ മുമ്പാകെ തുറന്നു കാണിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പാപിയായ മനുഷ്യന് പാപമോചനം കൊടുക്കുന്ന, യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയുന്ന, യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന, യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയുന്ന കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ ആഹ്വാനം ഇതാ, പാപമോചനം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ഈ യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ മകനായിത്തീരണം. ഈ വഴിയിൽ പ്രവേശിക്കണം. ഈ വാതിലിലൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കണം. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതിപ്പെടണം. നരകത്തിലേക്ക് പോകരുത്. അതാണ് ഈ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആര് തന്നെയായാലും, നിങ്ങളെത്ര കഠിന പാപിയായാലും, നിങ്ങളെത്ര ദുഃഖം അനുഭവിക്കുന്നവരായാലും, നിങ്ങളെത്ര നിരാശ അനുഭവിക്കുന്നവരായാലും, ഒരു മുഴം കയറിനോ വിഷത്തിനോ ആഗ്രഹിക്കുന്നവരായാലും, നിങ്ങളെങ്ങനെയുള്ളവരെന്ന ചോദ്യം ബൈബിളിനില്ല, യേശു ക്രിസ്തുവിനില്ല. യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം, അവിടെ അതിൻ്റെ 18-ാം വാക്യത്തിൽ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. യേശു ക്രിസ്തു വിളിക്കുകയാണ്. ഇങ്ങനെയൊരു പുരുഷൻ വേറെയില്ല. ദൈവം കാണിച്ചു തന്ന പുരുഷൻ നിങ്ങളെ വിളിക്കുകയാണ്. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ചെന്ന് വാദിച്ച സ്ഥലം ഇവിടെ പുണ്യസ്ഥലങ്ങളില്ല പ്രിയപ്പെട്ടവരെ. നീ നിന്നിൻ്റെ പാപം ഇറക്കി വയ്ക്കുവാൻ ലോകത്തിൽ നടന്നു നീങ്ങിയ സ്ഥലം ഒരു പുണ്യസ്ഥലവുമില്ല പ്രിയപ്പെട്ടവരെ. അവിടെയെല്ലാം പോയി അലയുന്ന മനുഷ്യനെ വിളിക്കുകയാണ്, നീ ഇങ്ങോട്ട് വരിക, നീ വരിക, നമുക്ക് തമ്മിൽ വാദിക്കാം, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാനത് പഞ്ച് പോലെ ആക്കിത്തരാം, വെളുപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നീ നടന്നിട്ട് പാപമോചനം ലഭിക്കാത്ത സ്ഥലങ്ങൾ, എന്നാൽ ഈ കാൽവറിയുടെ ക്രൂശിലേക്ക് വന്നാൽ, ഈ രക്തത്തിൻ്റെ അരികിലേക്ക് വന്നാൽ, ഈ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നീ കണ്ടാൽ, ഈ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് നീ വന്നാൽ, നിനക്ക് യഥാർത്ഥ സമാധാനം, നിന്നെ പിടിക്കുന്ന മദ്യപാനത്തിൽ നിന്ന്, നിന്നെ ഗ്രസിച്ചിരിക്കുന്ന മോശമായ ജീവിതത്തിൽ നിന്ന്, നിന്റെ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ഈ മോശമായ എല്ലാ വഴികളിൽ നിന്നും നിന്നെ വിടുവിക്കുവാനും സ്വതന്ത്രമായ സ്നേഹസമ്പൂർണമായ ഒരു ജീവിതം നൽകുവാനും യേശു ക്രിസ്തു ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുന്നു. അതിന് ഒരേ ഒരു കാര്യം, നീ വഴിതെറ്റിപ്പോയിരിക്കുകയാണ്, നീ ഈ വഴിയിലേക്ക് വരണം. ഇന്ന് രാത്രി യേശു ക്രിസ്തു നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും മനസ്സുണ്ട്? ഒരു നിമിഷം ഈ പന്തലിലിരിക്കുന്നവർക്ക് കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നാം പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു തുറന്ന ഈ വഴിയിലൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഈ സന്ദേശം, പാപമോചനത്തിനുള്ള സന്ദേശം ശ്രവിച്ച, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിച്ച് നിത്യമായ നരകത്തിലേക്ക് പാപികളായി പോകരുത്.
കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി പാപമോചനം പ്രാപിക്കുവാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് പാപമോചനം പ്രാപിക്കുവാൻ ഈ വഴിയിലൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ മനസ്സുണ്ടോ? യഥാർത്ഥ സന്തോഷവും സ്നേഹവും സമാധാനവും അനുഭവിപ്പാൻ മനസ്സുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തമായ അങ്ങനെ ഒരാഗ്രഹവും അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് ഈ വാക്കുകളെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒരു നിമിഷം. കർത്താവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ രക്ഷിക്കണം. ആമീൻ. ഇങ്ങനെ പറഞ്ഞവരാരെങ്കിലും ഈ പന്തലിനകത്ത് ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സധൈര്യം എനിക്കെൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം വേണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടോ? ഇന്ന് രാത്രി യേശുക്രിസ്തു ചോദിക്കുന്നു, ഈ പന്തലിനകത്ത് ആരെങ്കിലും, അല്ല ഈ ശബ്ദപരിധിക്കുള്ളിൽ, ഈ പൂമലയിൽ ഇത് കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഈ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനം എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദത്തെ കേട്ട് ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരണം. സഹോദരന്മാരെ കാണണം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും ഈ ദൈവജനം ഇവിടെ ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ സന്ദേശമാണിത്. നിങ്ങളെ ആ നിലയിൽ ഒളിഞ്ഞിരിക്കാതെ വെളിച്ചത്തിലേക്ക് വരുവാൻ ക്ഷണിച്ചുകൊണ്ട്, ഈ പന്തലിന് അകത്തിരിക്കുന്നവർ ആരെങ്കിലും തീരുമാനമെടുത്തവരുണ്ടെങ്കിൽ ഈ ദിവ്യപ്രകാശത്തിലേക്ക് കടന്നു വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ആമീൻ. എന്നെ ഈ സമയം വരെ ശ്രവിച്ച പൂമലയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകം ഈ പന്തലിനകത്ത് ആഗതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു വേഗം വരുന്നു. ദൈവത്തിന് സ്തോത്രം. പൂമല വെസ്റ്റ് ബ്രദറൻ സഭ എന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ അനൗൺസ്മെൻറ്റ്സ് ചെയ്യുന്നത്. പ്രിയ ബിജു സഹോദരൻ കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി ഈ നാളുകളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷനുകളിൽ ഇന്ന് ഒരു ദിവസം മാത്രമേ അദ്ദേഹം നമ്മളോടുകൂടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഉള്ളൂ. നാളെയും മറ്റന്നാളും കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ചാണ്ടപ്പിള്ള ഫിലിപ്പ് സഹോദരനാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് പൂമല വെസ്റ്റ് ബ്രദറൻ സഭയുടെ പേരിൽ, നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയംഗമമായ നന്ദി പ്രിയ ബിജു ചുമന്നുമണ്ണ് സഹോദരന് ഞാൻ അറിയിക്കുകയാണ്. ദൈവം അദ്ദേഹത്തെ വരുന്ന നാളുകളിൽ ശക്തിയായിട്ട് ഉപയോഗിക്കട്ടെ. തിരുവചനത്തിൻ്റെ അളവുനൂൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഒരു രേഖാചിത്രം നമ്മുടെ മുന്നിൽ വരച്ചിട്ടിട്ട് പാപികളായിട്ടുള്ള മനുഷ്യർക്ക് അതിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്ന ഒരു പ്രമേയമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അത് ആർക്കും നഷ്ടമായി തീരുകയില്ല എന്ന് നമുക്ക് കർത്താവിൽ പ്രത്യാശിക്കാം. ഇപ്പോൾ KV ഐസക് സാറ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അദ്ദേഹം ആശീർവാദവും കൂടെ പറഞ്ഞാണ് അവസാനിപ്പിക്കുക. അതിനുശേഷം നമുക്കെല്ലാവർക്കും മടങ്ങിപ്പോകാം. നാളെ രാത്രി 6:30 തന്നെ പാട്ടോടുകൂടെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ കൺവെൻഷൻ ആരംഭിക്കുന്നതായിരിക്കും. അത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ കടന്നു വരണമേ എന്നോർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി ഐസക് സാറിനെ ക്ഷണിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നേരത്തെ ആഹ്വാനം ചെയ്തതിൽ തീരുമാനമെടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്ന് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ആരും മടിക്കരുത്. അങ്ങനെ ധൈര്യമായ തീരുമാനമെടുത്തുകയും കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് മുന്നോട്ട് വരണം. സഭ
സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനെ രക്ഷാവുമായി തീർന്ന യേശുക്രിസ്തുവിനായിട്ട് സ്തോത്രം പിതാവേ. അവിടുത്തെ വചനം ഘോഷിപ്പാൻ ഒരവസരം കൂടെ ഈ ദേശത്ത് തന്നത്. ഇന്ന് കർത്താവ് വന്നാൽ ഈ വചനം കേട്ട ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരണം വഴി മാറ്റപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് വരാതിരിപ്പാൻ ഈ രാത്രി ശക്തമായി നിൻ്റെ ആത്മാവിനാൽ നീ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്തു. ചില ദേഹികൾ കർത്താവെ നിന്നെക്കുറിച്ചുള്ള നിന്നോടുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പുറത്ത് കാണിക്കുവാനും അവർ വെളിയിൽ വരുവാനും ആത്മാവിനാൽ സഹായിക്കണം. വചന സംസാരിക്കുന്ന ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഈ സഭാക്രമങ്ങൾ ഒരുക്കിയവർക്കായ സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിതമായി പാടിയവർക്കായ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷ ചെയ്തവർക്കായ സ്തോത്രം. ഇപ്പോൾ സമാധാനത്തോടെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ നിന്റെ ദാസൻ ചാണ്ടപ്പിള്ള അവറുകൾ നിൻ്റെ വചനം ഘോഷിക്കേണ്ടതാണ്, നാളെയും മറ്റന്നാളും. കർത്താവേ, നീ ഇന്ന് രാത്രി വന്നില്ലെങ്കിൽ നാളെ ഞങ്ങൾ കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്നു. മടങ്ങിപ്പോകുന്ന എല്ലാവരുടെയും കയ്യോടും മെയ്യോടും വാഹനത്തോടും കൂടി ഇരിക്കണം. സമയത്തെത്തി അവർ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നതിനും മാത്രമല്ല കർത്താവെ അടുത്ത മീറ്റിങ്ങുകളിലേക്ക് വരുന്നതിനും അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ സഭയെ അനുഗ്രഹിക്കണം കർത്താവെ. ഇന്ന് കേട്ട എല്ലാ വചനങ്ങളുടെ മേലും അവിടുത്തെ ആത്മാവിന് പരിവർത്തനം ഉണ്ടാകണമേ. അത് ഒന്നും പെറുക്കിപ്പോകാതിരിപ്പാൻ, എല്ലാ ഹൃദയം സംഗ്രഹിപ്പാൻ ഇടയാക്കണം എന്ന തീരുമാനം ആന്തരികമായി എടുത്തവരെ തങ്ങൾ വെളിപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ. ഇതിലെല്ലാ മഹത്വം അങ്ങ് അർപ്പിക്കട്ടെ. അങ്ങ് വേഗം വരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മയ്ക്കായി സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ മഹാസമാധാനവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനവും കൂട്ടായ്മയും വചനം സംസാരിതയാസനോടും വചനം കേട്ട എല്ലാവരോടും ഈ ദേശത്തോടും സഭയോടും കൂടെ കർത്താവിൻ്റെ വരുവരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവരും സമാധാനത്തോടെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകണം. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുന്നോട്ട് വരണം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടേ പിരിഞ്ഞു പോവുകയുള്ളൂ. ദൈവത്തിന്